ആദരണീയനും ബഹുമാന്യനുമായ, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ബഹുമാനിക്കുന്ന നമ്മുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു വിനീതനായ, ഒരു ചെറിയ മനുഷ്യനായ, ഈ തെക്കൻ കേരളത്തിലെ ഏതോ ഒരു ചെറിയ ഗ്രാമത്തിൽ കഴിയുന്ന ഒരു സാധാരണക്കാരനായ എൻ്റെ പേര് പരാമർശിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്നു. എനിക്കതിലൊരു പ്രയാസവും ദുഃഖവും ഒന്നും തോന്നിയില്ല. വലിയൊരു മനുഷ്യനും പ്രായമുള്ള ഒരു മനുഷ്യനും ഒരു പണ്ഡിതനുമായ ആൾ അങ്ങനെ എന്നെക്കുറിച്ച് എന്തെങ്കിലും തരത്തിൽ മോശമായി വിചാരിക്കുന്നതിലെ ഒരു വേദന മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഏതായാലും അദ്ദേഹത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കാം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആ ആദർശം അത് വലുത് തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ മഹല്ലത്തുകളിലൊക്കെ ആ ആദർശം പ്രചരിപ്പിക്കുകയും അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ നിലനിൽക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രവർത്തനങ്ങൾക്കൊന്നും നിങ്ങൾ ആദ്യം തന്നെ ഭാഗമാകരുത്. അതിനെ ശക്തിപ്പെടുത്താൻ, അതിനെ വേണ്ടതുപോലെ അതിൻ്റെ ആശയങ്ങളും ആദർശങ്ങളൊക്കെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിലൊക്കെ നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാവണം. നിങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേരിട്ടുള്ള ഒരു ഉപസംഘടന ആവണം നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ മുഷാവറയിലത് അംഗീകരിച്ചു. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ആലിമ്യങ്ങളല്ലേ, നിങ്ങളൊന്നും മറ്റൊരേതെങ്കിലും സംഘടനന്റെ പിന്നിൽ നിൽക്കണ്ട, സമസ്തന്റെ നേരെ ഡയറക്റ്റ്. അപ്പൊ അന്നേക്ക് നിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ഉസ്താദന്മാരൊക്കെ ആ ബഹുമാനം മനസ്സിലാക്കി നിങ്ങൾക്കൊക്കെ അന്നേൽക്കുള്ളൊരു ബഹുമാനമുണ്ട്. ആ നിൽക്ക് ബഹുമാനിക്കണമെന്ന് ജനങ്ങളോടൊക്കെ എപ്പോഴും പറയുന്ന ആളുകളാണ് നമ്മൾ. കേരള ജമിയത്തുൽ ഉലമയോടും ആ നിൽക്കുള്ളൊരു ബഹുമാനവും ആദരവും ഒക്കെ നിങ്ങളെ മനസ്സിലുണ്ടാവണം. അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. സമസ്തനെ ഒരിക്കലും ഏതെങ്കിലും നിലത്തിൽ വ്യംഗ്യമായോ സൂചനാപരമായോ ഒക്കെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് ഇവിടെ. സമസ്തന്റെ തീരുമാനങ്ങളൊക്കെ അത് കാറ്റിൽ പറത്തുന്നവരുണ്ട്. സമസ്തനെ ചെറുതാക്കാനും വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. അതിനുവേണ്ടി പല പൊള്ളും പറയുന്നവരുണ്ട്, പലരെ കൊണ്ടും പറയിപ്പിക്കണവരുണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെ പറയുന്ന ഒരുത്തരോട് മുമ്പ് ചോദിച്ചു, ഈ എന്തെങ്ങനെയൊക്കെ പറയാൻ കാരണം ഒന്നല്ല, എന്നെ 2-3 ആളുകളാണ് ഇതിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ഇന്ന ആചാരാണ്, ഒന്ന് ഇന്ന ആചാരാണെന്നാണ്, ഒന്ന് ഇന്ന മൂല്യരുമാണെന്നാണ്. ഓലാണ് എനിക്കിതൊക്കെ എഴുതി തരുന്നത്. കാരണം ഇവൻ അങ്ങനെയൊന്നും പറയാൻ അറിയില്ല. പിന്നെ എങ്ങനെ ഇപ്പം പറഞ്ഞു? ഞാൻ വിചാരിച്ചു ഇവൻ എന്താ ഇപ്പൊ ഭയങ്കര സംഭവമായി മാറിയത്, എങ്ങനെ ഇതൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചു. അപ്പൊ നോക്കുമ്പോൾ അതാണ് ആരാ എഴുതി കൊടുത്തത് പറയണം. പിന്നെ എന്തെങ്കിലും പൈസ ഇട്ടെന്താന്ന് ചോദിച്ചു. അതും ഉണ്ട്. അപ്പൊ ആ പണിയൊക്കെ നമുക്കും അറിയാത്തതുകൊണ്ടല്ല, ആരെങ്കിലുമൊക്കെ പൈസ കൊടുത്തിട്ട് അത് ശങ്കര പേരുള്ളവരല്ലാത്തവരൊക്കെ ഉണ്ടാവും. അനിൽ മുഹമ്മദൊക്കെ കൂട്ടി എഴുതിയതും അങ്ങനത്തെ അല്ലാത്ത പല പേരുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ പൈസ കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് തോന്നിയസനം പറയിപ്പിക്കുന്ന പണികളൊക്കെ നമുക്ക് അറിയാത്തതുകൊണ്ടല്ലോ. അതൊന്നും നമ്മളുടെ മാന്യതയുടെ, നമ്മളുടെ പാരമ്പര്യമാവുന്ന സ്വഭാവത്തിനോടോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സ്വഭാവത്തിനോടൊന്നും യോജിച്ചതല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു പണിക്ക് നിൽക്കണമെങ്കിൽ പറയുന്നവരൊക്കെ പറയട്ടെ. ശൈഖുന പറഞ്ഞതുപോലെ പറയുന്നവരൊക്കെ പറയട്ടെ. വല്ല നന്മയുണ്ടെങ്കിൽ അത് നമ്മളെ ഹസനാത്തിൽ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ വേറ്റുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നന്നായി. കാരണം അധികം ഉണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ശൈഖുന അങ്ങനെ പറഞ്ഞത്, അതിൻ്റെ വലുതുണ്ടെങ്കിൽ. അപ്പൊ അതുപോലെ നമുക്കും പറയാനുള്ളത്, നല്ലതുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, ഇല്ലെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ, ഏതായാലും വേണ്ടിയില്ല. ഇതിലാണ് എന്നെക്കുറിച്ച് പറഞ്ഞത്. നിങ്ങൾ കേട്ടല്ല. സത്യസന്ധമായും തങ്ങളെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് വ്യക്തിപരമായി ഞാനൊരു അധിക്ഷേപവും നടത്തിയിട്ടില്ല. നിങ്ങളൊരു കാശിൻ്റെ ആളാണെന്നോ, അതിനുവേണ്ടി നിങ്ങൾ എന്തും ചെയ്യുന്ന ആളാണെന്നോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു മുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമുണ്ടെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. 10 പൈസയും ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും വാങ്ങുകയോ അതിനുവേണ്ടി പണിയെടുക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്ന ആളല്ല ഞാൻ. എന്ന് മാത്രമല്ല, ഞാൻ ഈ പറയുന്ന ഉസ്താദുമാരും മുഅല്ലിമീങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും എന്നെക്കൊണ്ടാകുന്നത് പോലെ സഹായിക്കാനും അവർക്ക് ഉപകാരങ്ങൾ ചെയ്യാനും ശ്രമം നടത്തുന്ന ഒരാളാണ് ഞാൻ നല്ല സുന്നിയാണ്. പക്ഷേ സംഘടനാ സുന്നിയല്ല. അല്ലാതെ സുന്നത്തുകളെയൊക്കെ, അല്ലാതെ ഞാനിപ്പം വേറെ ചില എന്താ പറയുന്നത് പുതിയ കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ പഴയ കാലഘട്ടമായിരിക്കുന്നവരുടെ ആശയങ്ങളുടെ ഒന്നും പിന്നാലെ പോയി അതിൻ്റെ ഒന്നും ഉള്ള ആളല്ല. ഞാൻ നല്ല സുന്നി തന്നെയാണ്. പക്ഷേ ഞാൻ കലർപ്പില്ലാത്ത സുന്നിയാണ്. ഞാൻ അധികാരത്തിനോട് ആഗ്രഹമുള്ള,
കൂടെ നടക്കുന്ന മുസ്ലിയാക്കന്മാരെയും കൂടെ നടക്കുന്ന ഉസ്താദുമാരെയും അത്തരം ആളുകളെയും ഫസാദ് പറഞ്ഞും അവരെ ഇടങ്ങേറ് ചെയ്തും മൈക്കും അധികാരത്തിൻ്റെ പിൻബലവും ഒക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും സംഗതികൾ ചെയ്യുന്ന ഒരാളോ ഒന്നുമല്ല ഞാൻ. എനിക്ക് ഏതെങ്കിലും അറബി കോളേജിൻ്റെ പ്രിൻസിപ്പളാക്കാത്തതിനോ അല്ലെങ്കിൽ ആ അറബി കോളേജ് എൻ്റെ ഉപജീവന മാർഗത്തിനായി തരാത്തതിനോ എനിക്കൊരു പരാതിയില്ല. ഞാനങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല. എന്ന് മാത്രമല്ല, എൻ്റെ മനസ്സിലൊരു ചിന്ത എങ്ങനെയാണെന്നറിയോ, ഈ പറയുന്ന അള്ളാഹ് നാളെ മഹ്ശറയിൽ ചെല്ലുമ്പോൾ ഒരുപാട് കാര്യത്തിന് ചിലപ്പോൾ ശിക്ഷിച്ചാലും ഈ മതം അള്ളാഹു റസൂല് ഇതിനെ വിറ്റ് അല്ലെങ്കിൽ ഇതിനെ ഒരു വഴിക്കാക്കി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും വളരെ പഞ്ചപുച്ഛ അടക്കി എൻ്റെ കാര്യത്തിനും എൻ്റെ ലാഭത്തിനും എൻ്റെ വ്യാജ നിർമ്മിതിക്കും വേണ്ടി പണിയെടുത്തിട്ടുള്ള ഒരാളാണെന്ന് അള്ളാഹ് റസൂലിനാണ്, തങ്ങളാണ് സത്യം, ഒരാളും പറയില്ല. ഞാൻ എൻ്റെ മനസാക്ഷിയെ തൊട്ട് പറയുക. പിന്നെ തങ്ങൾ പറഞ്ഞില്ലേ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നന്മയുള്ളത്, തങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഈ സമൂഹത്തിലെ സാധാരണക്കാരനാണ് ഒരുപാട് നന്മയുള്ളത്. അവനാണ് മറ്റു പലർക്കും പല ഉപകാരങ്ങളും ചെയ്യുന്നത്. ഈ എല്ലാ ഉസ്താദന്മാരും എന്ന് പറയുന്നില്ല, പലരും എങ്ങനെയാണെന്നറിയോ, ഇത് പ്രസംഗിക്കൽ മാത്രമേ ഉള്ളൂ. അവർ പല്ലിയിരിപ്പിൻ്റെ കൂട്ടാണ് എന്ന് പറഞ്ഞാൽ വലിച്ചാൽ ഒരു സൈഡിലോട്ട് മാത്രമേ പോരുള്ളൂ, വേറെ ചിന്തയൊന്നുമില്ല. സക്കാത്ത് കൃത്യമായി കൊടുക്കുന്ന, സദക്കകൾ കൊടുക്കുന്ന വളരെ വിരലിലെണ്ണാവുന്ന ഉസ്താദന്മാരേ ഉള്ളൂ. അതൊക്കെ വാങ്ങുന്നവരാണ് തങ്ങളെന്ന് വിശ്വസിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം പേരും. അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിലൊക്കെ ഇച്ചിരി നന്മയുണ്ട്, തങ്ങളതെങ്ങനെങ്കിലും പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തു കളയരുത് എന്ന വിനീതമായ ഒരു അഭ്യർത്ഥനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തങ്ങളെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ എതിർക്കുന്നുണ്ട് തങ്ങളെ. എന്താണെന്നറിയോ, തങ്ങൾ ആദ്യം പറഞ്ഞ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ. സമസ്തയെ ഒരിക്കലും ദുർബലമായി പോകരുത്, സമസ്ത ഒരിക്കലും നശിച്ചു പോകരുത്, സമസ്ത ഒരിക്കലും ഇല്ലാതായി പോകരുത്. കാരണം വളരെ സമന്വയത്തിലും ഒരു മിതത്വത്തിലും ഒരു വലിയ സമൂഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടു പോകുന്ന ഒരു സംഘടനയാണ് സമസ്ത. പക്ഷേ സമസ്തയിൽ ചില കീഴ്വഴക്കങ്ങളും ഉൾക്കൊള്ളലുകളും ചില പരസ്പര ബഹുമാനിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തങ്ങളുടെ കാലത്ത്, ജിഫ്രി തങ്ങളുടെ കാലത്ത് നിശബ്ദമായി സമ്മതിച്ചോ അല്ലെങ്കിൽ ചില സൂചനകളിലൂടെ പിന്തുണ നൽകിയോ ആ ഒരു അന്തരീക്ഷം സമസ്തയിലാകെ തകർത്തു എന്നതിൻ്റെ പങ്ക് തങ്ങൾക്ക് തന്നെയാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് അതിൽ നിന്ന് ഒഴിവാകാൻ ഒക്കില്ല തങ്ങളെ. ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞില്ലേ, അത് ദുർബലപ്പെടുത്താൻ, അതിനെ ക്ഷയിപ്പിക്കാൻ പുറത്തുനിന്ന് ആർക്കും പറ്റില്ല. ഒരിക്കലും സമസ്തയെ തകർക്കാൻ RSSകാർക്ക് പറ്റില്ല. ഒരിക്കലും സമസ്തയെ തകർക്കാൻ സങ്കര പേരുള്ള അനിൽ മുഹമ്മദിന് പറ്റില്ല. സമസ്തയെ തകർക്കാൻ അമ്പലക്കടവിന് പറ്റും, സമസ്തയെ തകർക്കാൻ മുക്കം ഫൈസിക്ക് പറ്റും, സമസ്തയെ തകർക്കാൻ മുണ്ടുപാറയ്ക്ക് പറ്റും. എങ്ങനെ പറ്റും? തങ്ങളുടെ പക്ഷത്താണ്, ജിഫ്രി തങ്ങളുടെ പക്ഷത്താണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന വർത്തമാനം ഈ സംഘടനയ്ക്കകത്തുള്ള ഇതിൻ്റെ ഭാഗമായ ആളുകൾക്കെതിരെ സംസാരിക്കും, വ്യാജ വാട്സപ്പുകൾ ഉണ്ടാക്കും, പ്രവർത്തനങ്ങൾ നടത്തും. തങ്ങളെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സാറിന് സിനിമയിൽ ചോദിച്ചൊരു ഡയലോഗാണ്, സ്മരണ വേണ്ടായോ തങ്ങളെ? സ്മരണ വേണോ? തങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സമസ്തയ്ക്ക് ഈ പ്രതിസന്ധിയൊക്കെ ഉണ്ടായി പിളർന്ന സമയത്ത് എണ്ണത്തിൽ കൂടുതൽ വന്നെങ്കിലും കരുത്തും ശേഷിയുമൊക്കെ ഉള്ള ആളുകൾ മറുപാളയെത്തിപ്പോയപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാണക്കാട്ട് കുടുംബവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നടക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ മുസ്ലിം ലീഗിൻ്റെ അണികളല്ലേ ഈ സമസ്തയ്ക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കിത്തന്നത്, പ്രതിരോധിച്ചത്, ആക്രമിച്ചത്, നിലനിർത്തിയത്, പള്ളികളുണ്ടാക്കിയത്, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്, ഇത്തരം സംഗതികളെല്ലാം ഉണ്ടാക്കിയെടുത്തത് അങ്ങനെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഐസ്ക്രീമിനകത്ത് മധുരവും പാലും വേർതിരിച്ചാൽ ആ ഐസ്ക്രീം തന്നെ ഇല്ലാതാകുന്നത് പോലെ ഇതിനെ തമ്മിൽ വേർതിരിച്ചാൽ ഇതില്ലാതാകും എന്ന് നന്നായി അറിയാവുന്ന തങ്ങൾ, അതല്ലെങ്കിൽ ആ ചെലവിൽ അതിനെ പിടിച്ചെടുത്ത് വേണം ഇതിന് വളരാൻ എന്ന് നന്നായി അറിയാവുന്ന തങ്ങൾ ചേർന്ന് നിൽക്കലിനെ അംഗീകരിക്കാതെ അതിൽ ഫിത്തനയുണ്ടാക്കി, അതിൽ അനാവശ്യങ്ങളുണ്ടാക്കി നടക്കുന്നവർക്ക് പിന്തുണ കൊടുത്തു എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമാണോ? ആ പാതകത്തിൽ നിന്ന് തങ്ങൾക്ക് ഒഴിയാൻ കഴിയുമോ? എന്നോട് പറയണ്ട, അള്ളാഹുവിനോട് പറഞ്ഞു നോക്കൂ. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അള്ളാഹും നമ്മളും എല്ലാം ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ഒരേ സൃഷ്ടിയാണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അതിൽ നിന്ന് ഒഴിയാൻ കഴിയുമോ? പോട്ടെ, ഈ പാണക്കാട് കുടുംബത്തെ പ്രത്യേകിച്ച് സാധുക്കലി തങ്ങൾ വന്ന ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം കൂടി എടുത്ത് വിഴുങ്ങിക്കളയാമെന്ന് ആരൊക്കെയോ പറഞ്ഞപ്പോൾ ഒരു വേള അറിയാതെങ്കിലും അവർക്കൊരു പിന്തുണയും സഹായവും കൊടുത്തില്ലേ? എന്തിനാ തങ്ങളെയും സമസ്തയെയും ഒക്കെ എപ്പോഴും പിന്തുണയ്ക്കുന്ന, എപ്പോഴും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന അബ്ദുസമദ് സമദാനിയെപ്പോലുള്ളവർ പാർലമെൻറ്റ് ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ വരെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ബൂത്ത് അടിസ്ഥാനത്തിൽ വോട്ടുകൾ മറിച്ച് ലീഗിൻ്റെ രാഷ്ട്രീയ എതിരാളികളുമായി ചേർന്ന് പ്രവർത്തിച്ച എത്രയോ പേര് അതിനകത്തുണ്ട്.
എനിക്കറിയാവുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. ഞാനിനി തെക്കൻ കേരളത്തിൽ കിടക്കുകയാണെങ്കിലും എത്രയോ സമസ്തയുമായി ബന്ധപ്പെട്ടവരാണ് പോസ്റ്റൽ വോട്ടുകൾ ലീഗ് വിരുദ്ധ സ്ഥാനാർത്ഥികൾക്ക് ചെയ്തു കൊടുത്ത കഥകൾ, അതിനുവേണ്ടി നെറ്റ്വർക്ക് ചെയ്തവർ, അതിൽ ഏകോപിച്ചവർ. അതൊക്കെ അള്ള വിടുവോ? അത് പരസ്യമായി പറയണ്ടേ? അല്ലെങ്കിൽ വിയോജിപ്പുണ്ടെങ്കിൽ അത് പറയാതെ അത് ശരിയാണോ? അപ്പോൾ അങ്ങനെ അടക്കമുള്ള എന്തെല്ലാം സംഭവങ്ങളുണ്ട്. തങ്ങളിപ്പോൾ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ചെറിയ മനുഷ്യൻ, ഞാനൊന്നും തങ്ങളുടെ ഒരു പരാമർശത്തിൽ വരാനുള്ള ഒരു വലിപ്പമേ എനിക്കില്ല. എന്നെപ്പോലും പരാമർശ സ്ഥിതിക്ക് ഈ റഹ്മത്തുള്ള കാസിമിയൊക്കെ ഫെമിനിസ്റ്റുകളാണ്, പാണക്കാട് ബീവിമാർ എന്ന് പറഞ്ഞ് ഇതുവരെ ആരുടെ മുന്നിലും ഒരഹങ്കാരത്തിനോ ഒരലങ്കാരത്തിനോ ഒരാഡംബരത്തിനോ ഒന്നും ഇറങ്ങി ഒന്നിനും ഒരു പരാതിയും കൊണ്ടുപോലും വരാതെ അവരുടെ ജീവിത ദൗത്യങ്ങൾ നിർവഹിക്കുന്ന അവരെ ഒരു കൊച്ചു മിടുക്കിയായ മകൾ ഒരു വേദിയിൽ പ്രസംഗിച്ചു എന്ന് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആക്ഷേപിച്ചപ്പോൾ ഈ സംഘടനയും ചുമന്നുകൊണ്ട് നടക്കുന്ന എത്രയോ പേരുടെ മക്കൾ എവിടെയെല്ലാം എന്തെല്ലാം തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തങ്ങൾക്കറിയാമല്ലോ. അതിലൊക്കെ എന്തെങ്കിലും വേദനയുണ്ടോ? എൻ്റെ പേര് പരാമർശിച്ച സ്ഥിതിക്ക് ഞാൻ തങ്ങളോട് ചോദിക്കുക, ഞാൻ എന്തായാലും ഈ പറയുന്ന ഈ മുസ്ലിം എന്ന് പറയുന്ന ഒരാശയത്തെ, ഇസ്ലാം എന്ന് പറയുന്ന ഒരു വിശ്വാസത്തെ, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തങ്ങൾ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ ത്യാഗങ്ങൾ അനുഭവിച്ച ഒരാളാണ് ഞാൻ. പല കാരണങ്ങൾ കൊണ്ട് എൻ്റെ ജോലിയുടെ മേഖലയിൽ, സാമൂഹ്യ മാധ്യമ ഇടങ്ങളിൽ സുഡാപ്പി, ജിഹാദി, സംഘി എന്നൊക്കെ പറയുന്ന പേര് ഇതുവരെ തങ്ങളെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? എന്താ തങ്ങളെ വിളിക്കാത്ത? അതൊന്നും ഹെഡ് ചെയ്യാൻ ഈ സംഘടനയിൽ നിന്ന് ആരും ഉണ്ടാവില്ല. ഏതെങ്കിലും സമസ്തയുടെ നേതാവിനെ അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പണ്ഡിതന്മാരെ എന്താ വിളിക്കാത്തത്? അതിനൊക്കെ എതിരെ വർത്തമാനം പറയേണ്ട സാഹചര്യം ഇന്ന് ഇന്ത്യയിലോ കേരളത്തിലോ ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, പലയിടത്തും സന്ധി ചെയ്യുന്നതുകൊണ്ടാണ്, പലയിടത്തും നിശബ്ദമാകുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്നിട്ട് അവർക്കെതിരെ വല്ലതും പറഞ്ഞോ? ഈ ഇസ്ലാമിനെ ദുർബലപ്പെടുത്തുന്ന, ഇപ്പം തങ്ങൾ മണിക്കൂർ ഇടവിട്ട് പറയുമല്ലോ ബഹുമാനപ്പെട്ട സമസ്ത എന്ന്, ഈ ഇസ്ലാമിനെ ദുർബലപ്പെടുത്തുന്ന ഏതെങ്കിലും പ്രവൃത്തികൾ ചെയ്യുന്ന ദറസിൽ ഊതിയിട്ട് ഇറങ്ങിയിട്ടുള്ള എത്രയോ പേരുണ്ട്. എത്രയോ പേർ. അരിപ്പൂ സൈൻ, അവൻ്റെ വാപ്പയും ഉമ്മയും സുന്നി പ്രസ്ഥാനം വളർത്തിയതാ ഉണ്ടല്ലോ. ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം ഷെഫീന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഒരു വീഡിയോ ചെയ്തിരിക്കുന്നു. ഫൈസൽ കാരാട്ട് എന്ന് പറയുന്ന 24 മണിക്കൂറും ഇസ്ലാമിനെ വിമർശിക്കുന്നവൻ്റെ പെങ്ങളുടെ നിക്കാഹ് നിങ്ങളുടെ മഹല്ലിൽ വെച്ച് നടത്തി. അതിനൊന്നും എതിർക്കണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ അവനെ ബോധ്യപ്പെടുത്താനെങ്കിലും, അവൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, അവനെ അതൊന്ന് തിരുത്തി കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? അതിന് നിങ്ങൾ മെനക്കെടുവോ? ഇല്ല. എന്താ കാര്യം? ചിലപ്പോൾ അതൊക്കെ ഒരുപാട് കൈവിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകും. അതുപോലെ ഓരോരുത്തരും, വേറൊരു ഹുദവി, സുലൈമാൻ ദാരിമി, മാരിയോ ജോസഫ്, ഇങ്ങനെ അടക്കമുള്ള എത്രയോ പേർ മറുചേരിയിൽ നിന്ന് ഈ മതത്തിനെ വിമർശിക്കുന്നവരുടെ ആരുടെയെങ്കിലും പേര് തങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഏറ്റവും കുറഞ്ഞ പക്ഷം അവസാന റഹ്മത്തുള്ള കാസിമി പറഞ്ഞില്ലേ, തങ്ങൾ പറഞ്ഞാണ്ട് ഒരു അഭിപ്രായം കീഴ്ശ്വാസം പോലെയാണെന്ന്. ആ റഹ്മത്തുള്ള കാസിമിക്കെതിരെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഒരു പാവപ്പെട്ടവനായ എന്നെ എന്തിനാ തങ്ങൾ ഇതിനൊക്കെ പറയുന്നത്? എന്നാലും എനിക്ക് തങ്ങളെ ഇഷ്ടമാണ്, വല്ലാഹി സത്യം ഇഷ്ടമാണ്. അതിനകത്ത് ഒരു തർക്കവുമില്ല. ഏതായാലും ഇത് എന്നെ പരാമർശിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ കാര്യം പറയേണ്ടി വന്നത്. സമസ്ത നന്നായിരിക്കണം. അതിൻ്റെ അണികളൊന്നും ഒരിക്കലും ഒരു ഭിന്നിപ്പിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുക്കാൻ പാടില്ല. അതിനുവേണ്ടി പണിയെടുക്കുന്ന കുറച്ച് മേശരിമാരുണ്ട് ഈ ജിഫ്രി തങ്ങളുടെ കൂടെ. ജിഫ്രി തങ്ങൾ അതിൻ്റെ മുഖ്യ ഉത്തരവാദിയാണെന്ന് അറിഞ്ഞുകൂടാ. കാരണം അത് അവരങ്ങ് ഏറ്റെടുക്കുക. അപ്പോൾ അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് അഭിപ്രായം.